ഓക്കെ 17 ഡീസൽ ആസ്പെയർ ആണ്, സെഡാൻ കാറ്റഗറിയാണ്. അത്യാവശ്യം ഡിക്കി സ്പേസും പവറും എല്ലാം ഉണ്ടാവും, മൈലേജും ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജും കിട്ടും. പിന്നെ ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാമെന്ന് കേൾക്കുന്നുണ്ട്. പുതിയ ഷേപ്പ് നെക്സോൺ ഇതാ. നമ്മൾ നേരത്തെ സെക്കൻഡ് ഷേപ്പ് കണ്ടിരുന്നു. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് KL52 രജിസ്ട്രേഷൻ. സൂപ്പർ DRL സൂപ്പർ ഫേസ് ലിഫ്റ്റ് വണ്ടി. യെസ്, ഓക്കെ. അതും സ്റ്റിയറിംഗിൽ നെക്സോണിന്റെ ടാറ്റന്റെ ഒക്കെ പരസ്യം, അതായത് ഡിജിറ്റൽ പരസ്യം നിൽക്കുന്ന വണ്ടിയാണ്. ലോഗോ കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ ആയിട്ടാണ് അല്ലേ? ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2023 ഡിസംബർ മാനുഫാക്ചറിങ്, 24 2-ാം മാസം ഡെലിവറി ഉള്ള വണ്ടി. കഴിഞ്ഞ ഒരു വീഡിയോയിൽ അത് എനിക്കും ഡൗട്ടുണ്ട്. ഒരു കമൻറ്റ് വന്നു, വണ്ടിക്ക് വാറണ്ടി കിട്ടുമോ, കസ്റ്റമറാണോ കിട്ടുന്നത്? അപ്പം ഞാൻ പറഞ്ഞു വണ്ടിക്കാണ് വാറണ്ടി കിട്ടുന്നത്, പക്ഷേ MG അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് ഒരു കമൻറ്റ് വന്നു. അത് ഞാനും 1-2 സ്ഥലത്ത് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ വോക്സ് വാഗനിൽ, മാരുതിയിൽ, ഹുണ്ടായിൽ ഒന്നും. ആരോ എന്നോട് പറഞ്ഞു ഇതിൽ പോകുന്ന വഴിക്ക് മെട്രോ കാസിൽ കുറേ എക്സ്ചേഞ്ച് വണ്ടികൾ വന്നിട്ടുണ്ട്. ആരോ പറഞ്ഞിട്ടുണ്ട്, ആരോ പറഞ്ഞു കേട്ട് ഉള്ളതാണോ? അപ്പോൾ മെട്രോ കാസിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്. എക്സ്ചേഞ്ച് കൂടുതലും ആ ഒരു റേറ്റ് പൊട്ടിച്ചു കൊടുക്കാൻ പറ്റും. ബഡ്ജറ്റ് വെഹിക്കിൾസ് ആയല്ലോ, ബഡ്ജറ്റ് വെഹിക്കിൾസ് ആണ്. സാധാരണ ഫാമിലിക്കൊക്കെ പറ്റുന്ന ബഡ്ജറ്റ് വെഹിക്കിൾ മുതൽ എല്ലാം ഉണ്ട്, എല്ലാം ഫാമിലീസിന് പറ്റിയ വണ്ടികളാണ്. ഓക്കെ, എല്ലാ സെറ്റപ്പ് വണ്ടികളും ഉണ്ട്. എന്തായാലും നമുക്ക് സ്റ്റോക്ക് ഒന്ന് കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇവിടെ പാരനെ കൊണ്ടൊക്കെ ഡെലിവറി കൊടുക്കുന്നത്. ആയിക്കോട്ടെ. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിൽ ബാക്കി സ്റ്റോക്കിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കാം. വീഡിയോ കൊണ്ടുപോകാം അല്ലേ? അപ്പം നമ്മുടെ സ്വന്തം സബ്സ്ക്രൈബറാണ്, നിലമ്പൂരിൽ നിന്ന് വന്നതാണ്. എന്താ പേരെന്താ? ജസ്റ്റിൻ. പേര് അനീഷ്. അപ്പോൾ നിലമ്പൂർ എവിടെ? എടക്കര. ഓക്കെ. നിസാൻ മാഗ്നൈറ്റ് ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് മെട്രോ കാസിന്. നമ്മുടെ വീഡിയോ കുറേ ആളെ കാണുന്നുണ്ടോ? ഒരുപാട് കാലമായിട്ട് കാണാം. മെട്രോ കാസിന്റെ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇവരുടെ സർവീസ്? എങ്ങനെയുണ്ട്? എല്ലാം പറഞ്ഞ പോലെ തന്നെ പേപ്പർ വർക്കും എല്ലാം ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹാപ്പി മോട്ടറിങ്. ഓക്കെ, താങ്ക് യു. സാധാരണ എനിക്ക് ഈ എറ്റിയോസ് ലിവകൾ ഇതിൻ്റെ അതൊക്കെ തൊടാൻ പേടിയാണ്. അല്ല, പൊതുവെ അതിന്റെ മാർക്കറ്റ് അങ്ങനെയാണല്ലോ. അപ്പൊ എന്തായാലും ഇവിടെ ഒരു ലിവയിൽ തുടങ്ങാം. KL18 രജിസ്ട്രേഷൻ ആണ്, വടകര. എങ്ങനെയാ ഡീറ്റെയിൽ ഇത് 2017 മോഡൽ വടകര രജിസ്ട്രേഷനിൽ നിങ്ങളുടെ നാട്ടിലെ വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 59,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 59,000 പെട്രോൾ ആണ്. പെട്രോൾ 2017 59,000. ഏതാ ഓപ്ഷൻ? മിഡിൽ ഓപ്ഷൻ ആണ്. ഇതിൽ അലോയ്സ് വരില്ല, പക്ഷേ സ്റ്റിയറിംഗ് കൺട്രോൾ, ഡ്യുവൽ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരും. ഇതിന്റെ മേലെ VX ആണ് വരിക. അതിൽ അലോയ്സും കൂടി വരും. 12 പ്ലാറ്റിന കേട്ടോ. നമ്മൾ ഡ്യുവൽ ടോണിൽ വരുമ്പോൾ അലോയ്സ് വീൽ തന്നെ വരും. ഇത് പ്ലാറ്റിന ആണ്, നോർമൽ ഇറ്റിയോസ് ലിവയാണ്. ഓക്കെ, ഇത് നമുക്ക് ഏകദേശം മാക്സിമം ലോണിൽ ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പിൽ 4,25,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കുക. 4,25,000 ഫുൾ ലോൺ നൽകും. 2017 B ഓപ്ഷൻ പെട്രോൾ ലിവയാണ്. ഫുൾ ലോണിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം അല്ലേ? ഒറിജിനൽ കേരള വണ്ടി. അതെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. സോപ്പ് കെട്ടിയെന്ന് വിളിച്ച് കളിയാക്കിയവരെ കൊണ്ട് അല്ലേ? മാറ്റി ചരിത്രം എഴുതിപ്പിച്ച ഒരു സാധനമാണ് എക്സ്പ്രസോ. അങ്ങനെയൊക്കെ പറയാം. കിടക്കട്ടെ, ഫാമിലി വണ്ടിയാണ്. ലേശം ഹൈറ്റ് ഉള്ളവർക്കൊക്കെ, വാഗണാറിന് അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് ഒന്നിറങ്ങി നിന്ന് ചിന്തിക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് വണ്ടി എക്സ്പ്രസോ ആണ്. അതുകൊണ്ടാണ് മാരുതിയിൽ ഏറ്റവും കൂടുതൽ ഓടിക്കാനും നല്ല വണ്ടിയാണ്. സെയിം വാഗണാറിന് എഞ്ചിൻ തന്നെയാണ് KCTസിൽ വരുന്നത്. 1000 cc ആണ്. അത്യാവശ്യം പവറും കാര്യങ്ങളുണ്ട്, തെറ്റില്ലാത്ത മൈലേജ് ഉണ്ട്. ഏതാ മോഡൽ? 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ, കോഴിക്കോട് നമ്പറിൽ, 34,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള പ്ലസ്. അതായത് ഏറ്റവും ടോപ്പ് എൻഡ്, ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, എല്ലാ സാധനങ്ങളും വരുന്നത്. മാനുവൽ വണ്ടി, ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് വരും. എല്ലാ 2 ഡോർ പവർ വിൻഡോ. ഒരു ക്ലെയിം ഇല്ലല്ലോ? നിലവിൽ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ്. ഇപ്പം എക്സ്പ്രസോക്ക് നല്ല രീതിയിൽ വില മാറിയിട്ടുണ്ട്. ഇവരെടുക്കുന്ന സമയത്ത് 660, 670 ലെവലിൽ വില വരുന്നുള്ള വണ്ടിയാണ്. ഇപ്പം ഏകദേശം 590-6 ലെവലിലാണ് വില നിൽക്കുന്നത്. അതിൽ മുകളിലേക്കോ താഴേക്കോ എന്നുള്ള കറക്റ്റ് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ആ ലെവലിലാണ് 6 അടുപ്പിച്ചിട്ടുണ്ട് റേറ്റ്. ഈ വണ്ടി നമുക്ക് ഫൈനൽ ഫുൾ ലോണിൽ 3,10,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം.
3/10/2020 VXi പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ നെറ്റ് വിലയാണ് 3/10. നമുക്ക് എക്സ്ചേഞ്ച് വന്ന് അങ്ങനെ തന്നെ വേണം തീരുമാനമാക്കാന്നുള്ളത്. ഫുൾ ഓപ്ഷൻ എക്സ്പ്രസോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോൺ കയറില്ല, ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ VXi പ്ലസ് ആണ്. ഓക്കെ, VXiയോ LXiയോ അല്ല. നേരത്തെ കണ്ടതും വി ആണ്. അതിൻ്റെ അത് അലോയ്സ് അഡീഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? നേരത്തെ ലിവയിൽ അലോയ്സ് അഡീഷണൽ ഉണ്ട്, അഡീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെ വിളിച്ചോളൂ. 2 ഫുൾ ഓൺ വണ്ടികളാണ് ആദ്യം തന്നെ അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് ടാറ്റ നെക്സോണിന്റെ സെക്കൻഡ് ഷേപ്പാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ഷേപ്പ് ഇവിടെ ഉണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മൾ കാണിക്കണ്ടോ? കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത് KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് 2021 മോഡലില് XNA പ്ലസ് ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ഇതിന്റെ ഇനി അത് കഴിഞ്ഞിട്ട് ലെക്സ് എഡിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡാർക്ക് എഡിഷൻ പറഞ്ഞിട്ടുണ്ട്. ലെക്സ് എഡിഷൻ വരുമ്പോ ഈ കളർ ബ്ലാക്കിന് പകരം വരുന്ന എല്ലാ കളറിനും ലെക്സ് എഡിഷൻ ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. അതിൽ സൺറൂഫ് വരും, പിന്നെ ചെറിയ കളർ വേരിയന്റിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് ടോണിങ്ങിൽ. അങ്ങനത്തെ കുറച്ച് സൺറൂഫ് ഇതിൽ തന്നെ വരുന്നില്ലേ? ഈ കളറിൽ തന്നെ സൺറൂഫ് വരുന്നതും ഇല്ലാത്തതുണ്ട്. അതൊരു 50,000 രൂപയുടെ റേറ്റ് ഡിഫറൻസ്. ഇവിടെ എടുക്കുന്ന സമയത്ത് 14.5 ലക്ഷം രൂപയാണ് വിത്തൗട്ട് സൺറൂഫ് വന്നത്. വിത്ത് സൺറൂഫ് വരുമ്പോൾ 15, ടോപ്പ് എൻഡ് വരുമ്പോൾ 15,80,000. ഇപ്പൊ വില കൂടുക ചെയ്തത്, കൂടിയിട്ട് കുറയുക ചെയ്തത്. ഇപ്പൊ ന്യൂ ഷേപ്പ് വന്നപ്പോൾ കൂടുതലാണ് വില. ടോപ്പ് എൻഡ് വരുമ്പോൾ ഏകദേശം 18 സംതിങ് വരുന്നുണ്ട്. അതിന്റെ മുകളിൽ നിന്നാണ് റേറ്റ് ഡിപ്രീസിയേഷൻ വന്നത്. പിന്നെ ഷേപ്പ് മാറി, കംപ്ലീറ്റ് ലുക്കേ മാറി. പിന്നെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് അന്നിറക്കുമ്പോൾ 14.5 ഉണ്ടായിരുന്നു അന്നിറക്കുമ്പോൾ. ഓട്ടോ എത്ര പോയത്? ഈ വണ്ടി കിലോമീറ്റർ ഓടി 69,000 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ, ഡീസൽ ഓട്ടോമാറ്റിക്, AMT ഗിയർ ബോക്സിൽ ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസലാണ്. ഓക്കെ, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും AMT അതിനെ കൊണ്ട്. 16 എന്തായാലും ഉണ്ടാവും. സേഫ്റ്റി ഉണ്ട്. അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് ഒരു കോമ്പാക്ട് SUV നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. 5 സ്റ്റാർ റേറ്റിംഗ് കൊണ്ട് നോക്കുന്നുണ്ടെങ്കിൽ എത്ര കൊടുക്കാം? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 8.5 ലക്ഷം രൂപയാണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി കൊടുക്കുക. ഫുൾ ലോണും വാങ്ങിക്കൊടുക്കുക. ഫുൾ ലോൺ റേറ്റ് നോക്കണം. ടോപ്പ് എടുത്ത ഫ്രഷിന്റെ റേറ്റിന് മുകളിൽ ഏകദേശം പകുതിയോളം റേറ്റ് ഡിഫറൻസിലാണ് വണ്ടി നിൽക്കുന്നത്. അതും ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് അന്ന് 14.5 ലക്ഷം അന്നുണ്ടായിരുന്നു. ഇന്ന് പിന്നെ വില കമ്പയർ ചെയ്യേണ്ട, നല്ല കൂടുതലാണ്. ഓൺ റോഡ് റേറ്റ് ആണ് പറഞ്ഞത്. ആരും എക്സ്ഷോറൂം റേറ്റ് വെച്ചിട്ട് കമന്റ് ചെയ്യേണ്ട. ഓൺ റോഡ് റേറ്റ് ആണ്. ഓൺ റോഡ് ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ ഓൺ റോഡ് തന്നെ അടിച്ചു നോക്കുക. അതെ, എക്സ്ഷോറൂം ആണ് വരിക. ചിലപ്പോൾ എക്സ്ഷോറൂം ഡൽഹി വരും. കേരള തന്നെ അടിക്കാം. കേരളത്തിൽ ടാക്സ് കൂടുതലാണ്. അപ്പൊ അതിന്റെ റേറ്റ് നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം എല്ലാവരും നോക്കുമ്പോൾ ഡൽഹി അല്ലെ അങ്ങനെയുള്ള സ്ഥലത്താണ് നോർമൽ റേറ്റ് നോക്കും. നിങ്ങൾ നോക്കോ, എന്നിട്ട് നമ്മുടെ അടുത്ത് നിങ്ങൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാർക്ക് എന്തായാലും പറയണം. കാരണം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഉപകാരമാവും. അതെ. അപ്പോൾ അടുത്ത വണ്ടി വീണ്ടും ഒരു എക്സ്ചേഞ്ച് വണ്ടി തന്നെ. ഫോർഡ് ആസ്പയർ KL23 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ ഫോർഡ് ആസ്പയറിൽ ട്രെൻഡ് എന്ന് പറഞ്ഞ വേരിയന്റ്. മിഡിൽ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ്. 90,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പാണ്. ഏകദേശം ഫുൾ ലോൺ കയറുന്ന വണ്ടി. 3,40,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 17 മോഡലാണ്. ഗ്യാരണ്ടി 3 ലക്ഷം രൂപ മാസവും. നല്ല പ്രൊഫൈലാണ്. 340 ഫുള്ളും കയറും. ഓക്കെ, 17 ഡീസൽ ആസ്പയർ ആണ്. സെഡാൻ കാറ്റഗറിയാണ്. അത്യാവശ്യം ടിക്കി സ്പേസും പവറും എല്ലാം ഉണ്ടാവും. മൈലേജും ഉണ്ടാവും. 18-20 റേഞ്ച് മൈലേജും കിട്ടും. പിന്നെ ഫോർഡ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാമെന്ന് കേൾക്കുന്നുണ്ട്. ഏകദേശം സർവീസിനോട് വിഷയമൊന്നും ഉണ്ടാവുന്നില്ല. സർവീസ് മാത്രമല്ല, പുതിയ പ്ലാന്റ് വരാമെന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇതിന്റെ വില പിടിച്ചാൽ കിട്ടൂല. പിന്നെ ഡീസലാണ്. അതിനോട് ടെൻഷൻ വേണ്ട. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ പോലും ടെൻഷൻ വേണ്ട. മിനിമം സിറ്റിയിൽ 18 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. ഹൈവേ ആണെങ്കിൽ 22-23 കുറയാതെ ഹൈവേയിലും മൈലേജ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ എന്തായാലും ഫുൾ ലോൺ കയറും. ഓക്കെ, അടുത്ത വണ്ടിയിൽ ഹ്യുണ്ടായ് ക്രെറ്റ KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. അടുത്തത് എങ്ങനെ ഡീറ്റെയിൽ? സിംഗിൾ ഓണർ, 59,000 കിലോമീറ്റർ ഓട്ടോ. ഓക്കെ, ഈ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ്. 1.6 പെട്രോൾ എഞ്ചിൻ. 1.6 പെട്രോൾ. സിംഗിൾ ഓണർഷിപ്പിൽ പെട്രോൾ എഞ്ചിൻ. ഈ പ്ലസ് സ്റ്റാർട്ടിംഗ് അല്ലേ? ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ ബേസ് ഇ ആണ്. ഈ പ്ലസ് ആണ്. സ്റ്റിയറിംഗ് കൺട്രോളും സ്റ്റീരിയോ എല്ലാം കമ്പനി വരുന്ന വണ്ടിയാണ്. ഓൾമോസ്റ്റ് ബേസ് തന്നെ ഇതിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരും. അലോയ്സ് വരില്ല, പക്ഷേ ഇതിൽ അപ്സൈസ് അലോയ്സ് 17 ഇഞ്ചിൽ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി അടിപൊളി അലോയ്സ്, അടിപൊളി സൂപ്പർ സാധനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സീറ്റ് കവേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 17 മോഡൽ. 17 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. ഡീസൽ അല്ല, പെട്രോൾ 1.6. 17 പെട്രോൾ 1.6 ആണ്. പെർഫോമൻസ്, ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ഓക്കെ, 6,20,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 6 ലക്ഷം രൂപ ഫുൾ ലോൺ വാങ്ങിക്കൊടുക്കാം. 6 ലക്ഷം രൂപ ലോൺ വാങ്ങിക്കൊടുക്കാം. 6,20,000 നമുക്ക് ഫൈനൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. 20,000 കണ്ട് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. 2017 പെട്രോളാണ് ഈ പ്ലസ്.
അപ്പോൾ താല്പര്യം ഉണ്ടാവും വിളിക്കാം. ഇതിൻ്റെ കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത്? 59,000. അതിൽ ഡാഷ് ക്യാമും ടച്ച് സ്ക്രീൻ സീറ്റും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ഫിറ്റിങ്സും കൂടെയാണ് വണ്ടി നിൽക്കുന്നത്. ഓക്കെ, കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഒന്ന് വന്ന് നോക്കാം. താല്പര്യം എന്തായാലും വിളിക്കാം. അടുത്ത വണ്ടി അടുത്തത് വെന്യൂ KL 30 രജിസ്ട്രേഷൻ. അതെ, പുതിയ ഷേപ്പ് ഇറങ്ങി അല്ലേ? ഇതിന്റെ കഴിഞ്ഞിട്ടുള്ളൊരു ഷേപ്പ്, അത് കഴിഞ്ഞിട്ട് പുതിയൊരു ഷേപ്പ്, ഏറ്റവും പുതിയൊരു ഷേപ്പ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡലാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഏകദേശം കുറച്ച് ഏജിങ് സ്റ്റോക്കാണ്. ഒരു 4 മാസം 5 മാസം ആയി. ഇവിടെ എക്സ്ചേഞ്ച് വന്ന വണ്ടിയായിരുന്നു സൗത്ത് ആയിട്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ 32,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. IMT വേരിയന്റിൽ 21 മോഡൽ IMT SX മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. അതായത് ക്ലച്ച് ഇല്ലാണ്ട് ഗിയർ മാറ്റാൻ പറ്റിയ സാധനം IMT. ഓക്കെ, വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല. ഇപ്പം സർവീസും കാര്യങ്ങളും ചെയ്ത് കൊടുക്കാനുണ്ട്. ഇൻഷുറൻസും സർവീസും എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള റേറ്റാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ IMT. അതെ. SX-ൽ സൺറൂഫും ഡയമണ്ട് കട്ട് അലോയ്സ് ഒക്കെ വരും. മൈലേജ് ഏകദേശം മാനുവൽ പോലെ തന്നെ കിട്ടും. 1 ലിറ്റർ ടെർബോ ആണ്. മാനുവൽ മൈലേജ് കിട്ടും 12-15, ലോങ് ഒക്കെ 15 അത്ര കിട്ടും. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഈ വണ്ടി നമുക്ക് ഫൈനൽ 7,80,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 8 ലക്ഷം വരെ ലോണും വാങ്ങിക്കൊടുക്കാം. 7,80,000 ഒരു സർവീസും വിത്ത് ഇൻക്ലൂഡിങ് 1 ഇയർ ഫുൾ കവർ ഇൻഷുറൻസും അടക്കാണ് പറഞ്ഞത്. ഏകദേശം ഒരു 20,000 രൂപ അടുപ്പിച്ച് കോസ്റ്റ് വരുന്നത്. അതും നമ്മൾ 780 ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. 780. ഓക്കെ, നിങ്ങൾക്ക് 2021 SX പെട്രോൾ വെന്യൂ കൊണ്ടുപോകാം. IMT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. ഇത് പുതിയ ഏകദേശം എത്ര വരുന്നുണ്ട്? പുതിയതിന് ഇവരെടുക്കുന്ന സമയത്ത് ഏകദേശം 13 ലക്ഷം രൂപ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. 12.4 12.80 ലെവലിൽ വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഷേപ്പല്ല, മാറിയതിനു ശേഷം ഇതിന് കഴിഞ്ഞ ഷേപ്പിന് പിന്നെ റേറ്റ് കൂടിയത്. ഇപ്പം പുതിയ വേരിയന്റിൽ IMT വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതിന്റെ ഈ ഷേപ്പ് കഴിഞ്ഞിട്ടുള്ള ഷേപ്പിൽ ഏകദേശം 13.5 ആ ലെവലിലേക്കൊക്കെ റേറ്റ് വന്നായിരുന്നു. കുറയുന്നതിന് മുന്നേ ഒരു 12.5-12.25 എന്തായാലും ഉണ്ടാവും. നോക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് സ്വിഫ്റ്റ് ആണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ. ഇപ്പോഴത്തെ തന്നെ തൊട്ട് മുന്നത്തെ ഷേപ്പ്. അതെ അല്ലേ? 4 സിലിണ്ടർ 2018 ഫസ്റ്റ് ഇറങ്ങിയ ഷേപ്പ്. ഫസ്റ്റ് ഷേപ്പാണ് ഫേസ് ലിഫ്റ്റ് വന്നതിൽ ഫസ്റ്റ് ഷേപ്പ്. സിംഗിൾ ഓണർഷിപ്പ്, കോഴിക്കോട് വണ്ടി, 33,000 കിലോമീറ്റർ ഓട്ടോ. ഡീസലോ പെട്രോളോ? പെട്രോൾ VX ആയിരിക്കും അല്ലേ? അതെ. ഓക്കെ, സ്റ്റോക്ക് കണ്ടീഷൻ 33,000. വളരെ ലോ കിലോമീറ്റർ ആണ്. പക്ക ജെന്യൂൻ സർവീസ്, കമ്പനി സർവീസ് ഹിസ്റ്ററി. ഇത് എക്സ്ചേഞ്ചിലോ എന്താ? അല്ല, ഇത് നമ്മൾ പർച്ചേസ് ആണ്. ഓക്കെ, ഇതിൽ ഒരു ക്ലെയിം ഉള്ളത് ഫ്രണ്ട് ബോണറ്റ് മാത്രം റീപ്ലേസ് ഉണ്ട്. അതിൽ ക്രോസ് ബമ്പർ, സൈഡ് ഫെൻഡർ, സൈഡ് ഫെൻഡർ, ഹെഡ്ലൈറ്റ് അങ്ങനെ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് മെയിൻ ആയിട്ട് മാറിയിട്ടില്ല. ബോണറ്റ് മാത്രമാണ് മാറിയിട്ടുള്ളത്. ചെറിയൊരു ഡെന്റിൽ മാറിയതാണ്. ഹിസ്റ്ററിയിലുണ്ട്, മൈനർ ആണെന്നുള്ളത്. ഓക്കെ, ഇത് എത്ര കൊടുക്കാം? ഈ വണ്ടി നമുക്ക് 4,95,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 5 ലക്ഷം രൂപ ലോൺ വാങ്ങിക്കൊടുക്കാം. ഫുൾ ലോണിൽ ഒരു സ്വിഫ്റ്റ് കൊണ്ടുപോകാം. 2018 മോഡൽ VXi ആണ്. 33,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്, ഒരു 16-18 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി. അപ്പോൾ താല്പര്യം ഉണ്ടോ വിളിച്ചോളൂ. ഇതും ഫുൾ ലോണിലാണ്. 4 സിലിണ്ടർ വണ്ടി. 3 സിലിണ്ടറാണ്. ഹ്യുണ്ടൈ ക്രെറ്റ KL 55 തിരൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ക്രെറ്റ ഈ ഷേപ്പ് തന്നെ ഇപ്പോൾ മാറിയില്ലേ? ഇതിന്റെ തൊട്ട് മുന്നത്തെ പുതിയ ഷേപ്പ് വന്നു. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡൽ. ഇപ്പൊ മറ്റേ ഗ്രില്ല് മാറിയില്ല? ഗ്രില്ലും ഫ്രണ്ടിലും ഷേപ്പിലേക്ക് വന്നു. ഇത് 2021 മോഡൽ ക്രെറ്റ SX ഓപ്ഷനിലാണ് ഇറങ്ങിയ ഏറ്റവും ടോപ്പ് എൻഡ്. സീറ്റ് വെന്റിലേഷൻ, ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ സീറ്റ്സ്, എല്ലാ സാധനങ്ങളും. 6 എയർ ബാഗ് വരും, പനോർമിക് സൺറൂഫ് വരും, ഡയമണ്ട് കട്ട് വീൽസ് വരും. പറഞ്ഞു പോകാനാണെങ്കിൽ കുറെ ഏറ്റവും ടോപ്പ് എൻഡ്. അത്രയും ഫീച്ചറിസ്റ്റിക് ആയ ഒരു വാഹനമാണ് 2021 അല്ലേ? കണ്ടോ, ഓൾമോസ്റ്റ് കുറെ 2021 പറഞ്ഞു തോന്നല്ലേ നമ്മള്? ശരിക്കും ആലോചിക്കുമ്പോൾ കുറച്ചധികം. ഓക്കെ, പെട്രോൾ ഓട്ടോമാറ്റിക്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ ഏറ്റവും ടോപ്പ് എൻഡ്. സിംഗിൾ ഓണർഷിപ്പിൽ 46,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള. ഫ്രണ്ടിൽ 2 ടയർ പുത്തൻ ടയറാണ്. കറക്റ്റ് ഷോറൂം സർവീസ് ഹിസ്റ്ററി വന്ന വണ്ടി. പുറകില് മാറാനായിട്ടില്ല. കറക്റ്റ് ആയിട്ട് വീൽ റൊട്ടേഷൻ വന്ന വണ്ടിയാണ്. അതുകൊണ്ട് ടെൻഷൻ ഇല്ല. പിന്നെ സൈഡ് സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കമ്പനി സർവീസ് അല്ലാതെ പുറമേ നിന്ന് സർവീസ് മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ക ക്വാളിറ്റി വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് കുറച്ച് കുറയാ. നമ്മൾ കുറച്ച് കുറയും. അപ്പോൾ ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 13,65 ചോദിക്കുന്നത്. മാറ്റം വരുത്തി ചെയ്ത് കൊടുക്കാം. അതിൽ ഒരു സർവീസ് പെൻഡിങ് ഉണ്ട്. ആ സർവീസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ട്? ഇത് അന്ന് ഇറങ്ങുന്ന സമയത്ത് 21 ഏകദേശം 20 ലക്ഷം രൂപ അടുപ്പിച്ച്. പെട്രോൾ ഓട്ടോമാറ്റിക് SX ഓക്കെ ഉണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക്കിന് ഏകദേശം 19.5 അടുപ്പിച്ച് വന്നിട്ടുണ്ട്. 21 റേറ്റാണ് പറയുന്നത്. 21 ശേഷം പിന്നെ നമുക്ക് റേറ്റ് കൂടിയിട്ട് ഏകദേശം
22 അടുപ്പിച്ച് റേറ്റ് വന്നായിരുന്നു. പിന്നെ ഈ ഷേപ്പിന് പിന്നെ ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ പിന്നെയും കൂടി ഇപ്പോൾ ഒരു 1.5 ലക്ഷം രൂപ അടുപ്പിച്ച് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായാലും 20-21 മുകളിലേക്കായിട്ട് റേറ്റ് ഉള്ളൂ ടോപ്പ് എൻഡ് ആണെങ്കിൽ, SXO ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതൊരു 12 ലക്ഷം 12.5 വരെയൊക്കെ ലോൺ കയറും. 12 ലക്ഷം രൂപ കണ്ണും പൂട്ടി ലോൺ കയറും. അതിന് മുകളിലേക്കുള്ള കസ്റ്റമർ പ്രൊഫൈൽ പോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും. 12 ഗ്യാരണ്ടി എന്തായാലും കയറും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ബ്രസ വിറ്റാര ബ്രസ KL 84 രജിസ്ട്രേഷനാണ് കൊണ്ടുപോയി. എങ്ങനെ ഡീറ്റെയിൽ ഇത്? സിംഗിൾ ഓണർ, 2023 11 മാസം വണ്ടി, ZXi വേരിയന്റിൽ ഡിവൽ ടോൺ, റെഡ് ആൻഡ് ബ്ലാക്ക് ഡിവൽ ടോണിൽ സൺറൂഫ് വരുന്ന വേരിയന്റ്. 2021 ZXi പഴയ ഷേപ്പാണ്. പഴയ ഷേപ്പ്. 23 ZXi, അതായത് ടോപ്പിന്റെ തൊട്ട് താഴെ ZXi പ്ലസിന്റെ തൊട്ട് താഴെ മാനുവൽ വണ്ടിയാണ്. സിംഗിൾ ഓണറിൽ 23,400 കിലോമീറ്റർ ഓടിയുണ്ട്. ഹൈബ്രിഡ് ആണോ സെമി ഹൈബ്രിഡ് ആണോ? സ്മാർട്ട് ഹൈബ്രിഡ്. ഇതിൽ സ്മാർട്ട് ഹൈബ്രിഡേ വരുന്നുള്ളൂ. എത്ര റേഞ്ച് കിട്ടും ഏകദേശം മൈലേജ്? ഇപ്പൊ ഒരു 13 to 15 സിറ്റിയിൽ. നല്ല ഹൈവേ ഒരു ആവറേജ് കിലോമീറ്റർ വെച്ച് ഓടിക്കുകയാണെങ്കിൽ ഒരു 17 വരെയൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ? സ്മാർട്ട് ഹൈബ്രിഡ് ആയതുകൊണ്ടാണ്, വേറൊന്നുമല്ല. ഓക്കെ, അപ്പോൾ 23 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. അതെ, സിംഗിൾ ഓണർഷിപ്പിൽ അഡ്വഞ്ചർ കിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൈഡിൽ വരുന്ന പാനലിംഗ് ഒക്കെ അവർ കമ്പനിയിൽ നിന്ന് തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ വരുന്ന ഗ്രില്ല് ഒരു ഫാൻസി ഗ്രില്ല് എക്സ്ട്രാ ആഡഡ് ആണ്. 360 ക്യാമറ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അത്യാവശ്യം വേണ്ട എല്ലാ ഫിറ്റിംഗ്സും കസ്റ്റമർ തന്നെ ചെയ്ത് കൊണ്ടുനടക്കുന്ന വണ്ടിയാണ്. കറക്റ്റ് ഷോറൂം സർവീസ് ആണ്. വാറണ്ടി 26 വരെ ഉണ്ടാവില്ല. 26 11 മാസം വരെ ലാസ്റ്റ് വരെ അണ്ടർ വാറണ്ടിയിലേക്കാണ്. ZXi ആണ്. എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? പുതിയതിൻ്റെ വിലയും കൂടെ. പുതിയതിൻ്റെ വില ഇപ്പം റേറ്റ് കുറഞ്ഞതിന് ശേഷം 12,80,000 രൂപയാണ്. 84,000 ZXiന്റെ വില. ഇവരെടുക്കുന്ന സമയത്ത് 13,78,000 രൂപ ഉണ്ടായിരുന്നു എടുക്കുന്ന സമയത്ത്. അതെ, ഇപ്പൊ 12,84 റേറ്റ് വന്നത്. അതിൽ തന്നെ ഒരു 30,000 രൂപ അടുപ്പിച്ച് കൺസ്യൂമർ ഓഫറും കാര്യങ്ങളുണ്ട്. 12.5 കൂട്ടിയാൽ മതി. നമ്മളിവിടെ ചോദിക്കുന്ന വില 9,65,000 രൂപ. 9,65 ഈ ഒരു ബ്രസ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതൊരു ഓർഡർ റേറ്റ് ആണ്. എങ്ങനെ റേറ്റ് ചെക്ക് ചെയ്താലും 10ന്റെ മുകളിലേക്കേ റേറ്റ് ഉള്ളൂ. കാരണം മാരുതിക്ക് എപ്പോഴും ഡിപ്രിസിയേഷൻ കുറവാണ്. 11ന്റെ ഉള്ളിലായിട്ടാണ് റേറ്റ് നിൽക്കുന്നത്. മാനുവൽ വണ്ടിക്ക് തന്നെ 10-11ന്റെ ഉള്ളിൽ മാരുതിയുടെ ട്രൂ വാല്യൂല് പോലും നമ്മൾ ചോദിക്കുന്നത് 9,65,000 രൂപ. ഓക്കെ, ലോൺ എത്ര കയറും? ഫുൾ ലോൺ കയറും. ഫുള്ളും കിട്ടും. ഫുൾ ലോൺ. ഇതിന്റെ കിലോമീറ്റർ എത്രയാണ് പറഞ്ഞത്? 23,000 കിലോമീറ്റർ, 23,400 കിലോമീറ്റർ 2 വർഷം കൊണ്ട്. ഓക്കെ, നോർമൽ റോട്ടേ പോയിട്ടുള്ളൂ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വിളിക്കാം. ഫുൾ ലോൺ കിട്ടുന്ന ഒരു ബ്രസയാണ്, ന്യൂ ഷേപ്പ്. അടുത്ത വണ്ടി, അടുത്തൊരു വെന്യൂ ആണ്. അതെ, എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2022 മോഡല് ഫേസ് ലിഫ്റ്റ് എഡിഷനിൽ SX വേരിയന്റ് 1.2 ഇഞ്ച് 1.2 പെട്രോൾ എഞ്ചിൻ. ഇപ്പൊ പിന്നെയും പുതിയ ഷേപ്പ് വന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് 2 ദിവസം മുന്നേ ലോഞ്ച് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, 22 മോഡല്. അതെ, SX പ്ലസ് അല്ല, SX ആണ്. SXO വരുമ്പോ അലോയ്സും പിന്നെ 2-3 ഫീച്ചർ ബാക്കിൽ വൈപ്പറും അങ്ങനത്തെ സാധനങ്ങൾ വ്യത്യാസം. എയർ ബാഗും കൂടുന്നു. എയർ ബാഗ് ഇത് ഡ്യുവലാ വരുന്നത്. ഓക്കെ, ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. അതെ, വാറണ്ടി ഇപ്പൊ കഴിഞ്ഞോ? ഇല്ല, വാറണ്ടി ഡിസംബർ വരെ ആണ് അല്ലേ? ലാസ്റ്റ് ആണ്. 12 മാസം വണ്ടിയാണ്. അപ്പം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വേണേൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതെ, കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതെനിക്കും ഡൗട്ടുണ്ട്. ഒരു കമൻറ്റ് വന്നു, വണ്ടിക്ക് വാറണ്ടി കിട്ടുമോ, കസ്റ്റമറാണോ കിട്ടുന്നത്? അപ്പം ഞാൻ പറഞ്ഞു വണ്ടിക്കാണ് വാറണ്ടി കിട്ടുന്നത്, പക്ഷേ MG അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് ഒരു കമൻറ്റ് വന്നു. അത് ഞാനും 1-2 സ്ഥലത്ത് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ വോക്സ് വാഗനിൽ, മാരുതിയിൽ, ഹുണ്ടായിൽ ഒന്നും ഈ പറഞ്ഞ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ പോലും ഇവിടുന്ന് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മളൊരു പോളോ GT ഷോറൂമിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ സ്റ്റിയറിംഗ് കോളം മാറ്റിയിട്ടുണ്ടായിരുന്നു. ചെറിയ സൗണ്ട് വന്ന് വാറണ്ടിയിൽ ഫ്രീ ആയിട്ട് മാറി കിട്ടി. അത് ചിലപ്പോൾ കസ്റ്റമർ വരില്ല, ഞാനാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ വണ്ടീൻ്റെ വാറണ്ടിയിലാണ് കിട്ടുന്നത്. ചില വണ്ടികൾക്ക് ചില ബ്രാൻഡുകൾ അതിൽ കർക്കശം പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ഒരിക്കലും ലോജിക്കലി കറക്റ്റ് അല്ലല്ലോ. വണ്ടിക്കല്ല കൊടുക്കണ്ടേ? അതെ, വണ്ടിക്കാണല്ലോ നമ്മൾ വാറണ്ടി പൈസ കൊടുത്ത് വാങ്ങുന്നത്. ലോജിക്കലി കറക്റ്റ് അല്ല. അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടു. പക്ഷെ എനിക്കും അതിന്റെ സത്യാവസ്ഥ അറിയാം. അന്വേഷിച്ച് എന്തായാലും പറഞ്ഞുതരാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭയങ്കര മോശമാണ്. അത് ഭയങ്കര മോശമാണ്. അതെന്ത് പറയാനാ? ടാറ്റയ്ക്ക് അടക്കം വണ്ടിക്കാണ്, എല്ലാത്തിനും വണ്ടിക്കാണ് കേൾക്കാറുള്ളത്. MGക്കാണ് ആദ്യമായിട്ട് ഇപ്പോൾ കേട്ടത്. കമന്റ് കേട്ടാണ്, സത്യാവസ്ഥ അറിയില്ല. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും വാറണ്ടിയിലേക്കാണ്, നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. അതെ, ഒരു ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഇതിൽ ക്ലെയിംസോ കാര്യങ്ങളൊന്നുമില്ല. 33,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 2022 മോഡല്, സൺറൂഫ് അടക്കം വരുന്ന വണ്ടി, ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? പുതിയ വണ്ടിയിൽ ചോദിക്കുന്നത് 8.5 ലക്ഷം രൂപയാണ്. 8,30,30,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 8,35 ഫുൾ ലോൺ വാങ്ങിക്കൊടുക്കാം. ഇൻ കേസ് ഫ്രഷ് വണ്ടീൻ്റെ റേറ്റ് ആണെന്നാണെങ്കിൽ ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 13,50,000 രൂപ ഉണ്ടായിരുന്നു അന്ന്.
ഇന്ന് 1,20,000 രൂപയോളം കുറഞ്ഞിട്ട് 12,25,000 12,20,000 ആ ലെവലിലാണ് റേറ്റ് നിൽക്കുന്നത്. ഇപ്പം ഫേസ് ലിഫ്റ്റ് വന്നു, അതിന്റെ റേറ്റ് പിന്നെയും കൂടിയിട്ടുണ്ട്. ഓക്കെ, അത് മാറി. ഇതിപ്പോ ജസ്റ്റ് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ ഫേസ് ലിഫ്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം. ഫുൾ ലോണിൽ ഒരു വെന്യൂ ഉണ്ടാവും. അടുത്ത വണ്ടി കിയ സെൽട്ടോസ് ആണ് അടുത്ത വാഹനം. ഇതും കമൻറ്റ് സെക്ഷനിൽ പറയുന്ന ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് പല വീഡിയോസിലും പലരും ചോദിക്കുന്നുണ്ട്. പല വീഡിയോസിൽ ഞാൻ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞു. കിയയുടെ വണ്ടി അത്ര ഇറങ്ങുന്നതുകൊണ്ടാണ് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വരുന്നത്. പിന്നെ എടുത്ത പാട് ആൾക്കാർ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ്. കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ള വണ്ടി ഒന്നെങ്കിൽ സെൽട്ടോസ്, അല്ലെങ്കിൽ ക്രെറ്റ, അല്ലെങ്കിൽ ടൈഗൺ. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വരുമ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഡീലർമാരും, അതായത് മൾട്ടി ബ്രാൻഡ് ചെയ്യുന്ന എല്ലാ ഡീലർമാരും ഇങ്ങനെയുള്ള വണ്ടികൾ കൂടുതൽ എടുത്തത്. അത് വേറെ കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ സെൽട്ടോസ്? 2020 മോഡൽ വണ്ടി, സിംഗിൾ ഓണർഷിപ്പിൽ, വെറും 9,014 കിലോമീറ്റർ. ഞങ്ങൾ എടുക്കുമ്പോൾ 8,500 മുകളിലായിരുന്നു നമ്മൾ ഓടി വന്ന്. ഇപ്പോൾ ടോട്ടൽ 9,014. 5 വർഷം കൊണ്ടാണ് ഓടിയേക്കുന്നത്. പെട്രോൾ വണ്ടിയാണ്, 1.5 ലിറ്റർ മാനുവൽ വണ്ടി, സിംഗിൾ ഓണർഷിപ്പിൽ, 0 ക്ലെയിമിൽ നിൽക്കുന്ന വണ്ടി. 0 ക്ലെയിം. അത്രയും ശരിക്കും ഒന്നും അനങ്ങിയിട്ടില്ല എന്ന് പറയാം. കാരണം മിനിമം ഒരു 40,000 to 50,000 കിലോമീറ്റർ ഇതിൻ്റെ അടക്കം ഓടേണ്ടതാണ് അല്ലേ? ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ 9,000 സംതിങ് മാത്രമേ ഓടിയിട്ടുള്ളൂ. ഏതാ ഓപ്ഷൻ ഇത്? ഇത് HTX എന്ന് പറയുന്ന വേരിയന്റ് ആണ്. അന്നത്തെ GT തൊട്ട് മുകളിൽ തൊട്ട് താഴെയുള്ള വണ്ടി HTX. അതിൽ സൺറൂഫ് വരുന്നുണ്ടായില്ല. ലോഞ്ച് ചെയ്ത സമയത്ത് GTX-നും സൺറൂഫ് ഉണ്ടായിരുന്നില്ല. 2020 2-ാം മാസം വണ്ടിയാണ്. 2020 5-ാം മാസം 6-ാം മാസത്തിന് ശേഷമാണ് സൺറൂഫ് വന്നു തുടങ്ങിയത്. HTX-ലും സൺറൂഫ് വന്നു, GTX-ലും ഒക്കെ സൺറൂഫ്. ഇതിൽ സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. അതെ, വയർലെസ് ചാർജറും വരില്ല. വയർലെസ് ചാർജറും വരില്ല. ബാക്കിയെല്ലാ ഫീച്ചേഴ്സും, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരും, ഫോൾഡിംഗ് മിറേഴ്സ് വരും. സ്റ്റെപ്സ് കമ്പനിയിൽ നിന്ന് എക്സ്ട്രാ സെൽട്ടോസിന്റെ ചെയ്താണ്. സീറ്റ് കവേഴ്സും കമ്പനിയിൽ നിന്ന് എക്സ്ട്രാ ചെയ്താണ്. ഓണർ സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, അപ്പോൾ എത്ര ഇനിയിപ്പോൾ ചോദിക്കുന്നത്? പുതിയ വണ്ടീൻ്റെ ഇപ്പോഴത്തെ നമ്മൾ ചോദിക്കുന്ന വില 10,65,000 ആണ്. ഇതേ റേറ്റ് തന്നെയാണ് 50,000 ഇതിനായിട്ട് പറഞ്ഞ പോലെ തന്നെ 50,000, 40,000, 60,000 കിലോമീറ്റർ ഓടിയ വണ്ടീൻ്റെ നിലവിലെ മാർക്കറ്റിലെ ആസ്കിംഗ് റേറ്റ് 10,65, 10,43 തന്നെയാണ്. നമ്മൾ ചോദിക്കുന്നത് 10,65 ആണ്. ഇവരെടുക്കുന്ന സമയത്തുള്ള റേറ്റ് എന്ന് പറയുന്നത്, ഇവർ ഫസ്റ്റ് 2020 എടുക്കുന്ന റേറ്റ് 17,90,000 രൂപയായിരുന്നു. അതിനുശേഷം ഈ റേറ്റ് നല്ല രീതിയിൽ ഹൈക്കായി. 23 ഈ ഷേപ്പ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 18,3-19 ലക്ഷം രൂപ അടുപ്പിച്ച് വന്നു. അതിനുശേഷം ഇപ്പൊ പിന്നെയും കൂടി. അതിനുശേഷമാണ് ഏകദേശം 20 ഷേപ്പ് മാറിയപ്പോഴാണ് റേറ്റ് കുറഞ്ഞത്. അപ്പോഴും 19 നിൽക്കുന്നുണ്ട്. അതെ, ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും താല്പര്യം ഓടാത്ത ഒരു ഷോറൂം പീസ് വണ്ടി നോക്കുന്ന ഒരു കസ്റ്റമർക്ക് ആപ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. ഫുൾ ലോൺ കയറില്ല. 10 ലക്ഷം രൂപ കണ്ണും പൊട്ടിക്കറും. അതിന് മുകളിലേക്കുള്ള കസ്റ്റമർ പ്രൊഫൈൽ 10 ലക്ഷം വരെ കയറണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ട്രാക്ക് വേണം കേട്ടോ. അത് വേണ്ടി വരും. ഒരുവിധപ്പെട്ട എല്ലാ കസ്റ്റമേഴ്സും ഇപ്പൊ മനസ്സിലായി തുടങ്ങി. എല്ലാവരും ലോൺ ഇട്ട് ആണല്ലോ 90% ആൾക്കാരും വണ്ടി. തീർച്ചയായും. അടുത്ത വണ്ടിയിലേക്ക് പുതിയ ഷേപ്പ് നെക്സോൺ. ഇതാ നമ്മളെ നേരത്തെ സെക്കൻഡ് ഷേപ്പ് കണ്ടിരുന്നു. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് KL52 രജിസ്ട്രേഷൻ. സൂപ്പർ DRL സൂപ്പർ ഫേസ് ലിഫ്റ്റ് വണ്ടി. ഓക്കെ, അതും സ്റ്റിയറിംഗിൽ നെക്സോണിന്റെ ടാറ്റന്റെ ഒക്കെ പരസ്യം, അതായത് പരസ്യം നിൽക്കുന്ന വണ്ടിയാണ്. ലോഗോ കാര്യങ്ങളൊക്കെ ഡിജിറ്റൽ ആയിട്ടാണ് അല്ലേ? ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ ഇത് 2023 ഡിസംബർ മാനുഫാക്ചറിങ്, 24 2-ാം മാസം ഡെലിവറി ഉള്ള വണ്ടി. അതായത് ഫസ്റ്റ് ബാച്ച് ആണ്. ഓക്കെ, ന്യൂ ഷേപ്പ് ലോഞ്ച് ആയിട്ടുള്ള ഫസ്റ്റ് ബാച്ച്. 19,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. നമ്മുടെ XMS വേരിയന്റ് ഉണ്ടല്ലോ, അതിന്റെ സെയിം വേരിയന്റ് സൺറൂഫ് വരുന്ന വേരിയന്റ് ഇതില്. പക്ഷേ XMS ഡ്യുവൽ എയർ ബാഗേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. പിന്നെ സൺറൂഫും കാര്യങ്ങളും എല്ലാം വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പിലുള്ള വണ്ടി. അതും വെറും 19,000 കിലോമീറ്റർ 2027 ജനുവരി വരെ കമ്പനി വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനം. 19,000 കിലോമീറ്റർ ഓടിയ സൺറൂഫ് വരുന്ന XM ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. സ്റ്റോക്ക് കണ്ടീഷനിലാണ് എല്ലാം. ഹർമാന്റെ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം നല്ല സൂപ്പർ, ഒന്നും മാറ്റോ പിടിക്കൊന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷനിലുള്ള വണ്ടി. സ്റ്റോക്ക്. ഇതിന്റെ പുതിയ വില ഇപ്പൊ ഇതിന് വയ്ക്കുന്നതാണ്. പുതിയതിന്റെ വില ഇവരെടുക്കുന്ന സമയത്ത് 12,85,000 രൂപ. ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ട് 11,90,000 രൂപ. ഓക്കെ, നമ്മൾ ചോദിക്കുന്ന വില 8,65,000 രൂപ. 11,90,000 ഇപ്പോൾ പുതിയ വണ്ടിക്ക് ഇപ്പോൾ ചോദിക്കുന്നത് 8,60,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം അല്ലേ? ചെറിയൊരു മാറ്റം കൂടി വരുത്തി നമുക്ക് കൊടുക്കാം. ഏകദേശം 8 ലക്ഷം മുതൽ 8.5 ലക്ഷം വരെ ഫുൾ ലോൺ കയറാൻ ചാൻസ് ഉള്ള വണ്ടിയാണ്. 8 ലക്ഷം രൂപ ഗ്യാരണ്ടിയാണ്. നമ്മൾ വേറൊരു കസ്റ്റമർക്ക് വേണ്ടി ചെക്ക് ചെയ്തായിരുന്നു. അവസാന നിമിഷത്തിലെ അവർ സിവിലിൽ ചെറിയ വിഷയങ്ങൾ പാളി. 8 ഗ്യാരണ്ടിയാണ്. മേലോട്ട് എങ്ങനെയാ വെച്ചാൽ നോക്കാം അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു സെഡാൻ കാറ്റഗറി സ്കോഡ സ്ലാവിയ KL4 ആലപ്പുഴ രജിസ്ട്രേഷൻ വാഹനമാണ്.
6060 അടിപൊളി നമ്പറാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് സ്ലാവിയ അംബിഷൻ ഓട്ടോമാറ്റിക് ആണ്. മിഡിൽ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് വേരിയന്റ് 1 ലിറ്റർ TSI 80 ഗിയർ ബോക്സ്. ടോപ്പിൻ്റെ അല്ല മിഡിൽ മിഡിൽ ടോപ്പിൻ്റെ വരുമ്പോൾ ഇതിന് സ്റ്റൈൽ എന്ന് പറയും. സൺറൂഫ് വരും, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ വരും. ഇതിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടും അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. മറ്റേ വരുമ്പോൾ ഡയമണ്ട് കട്ട് അലോയ്സ് വരും, മാറും, ഷേപ്പ് മാറും. 1 ലിറ്റർ ടർബോ എഞ്ചിനാണ്. മൈലേജ് കൺവെർട്ടർ ഗിയർ ബോക്സ് 6 സ്പീഡാണ് വരിക. മൈലേജ് വരുമ്പോൾ ഏകദേശം ഒരു 11-12 ആയിട്ട് സിറ്റി. ഹൈവേ ആണെങ്കിൽ നമുക്കൊരു 14-15 വരെ ആവറേജ് വെച്ച് ഓടിക്കുകയാണെങ്കിലാണ്. വെച്ചിട്ട് ഓടിക്കാം. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. 32,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഈ വണ്ടിയിലുള്ള മോഡൽ പറഞ്ഞിരുന്നോ? എന്തോ മോഡൽ 2022 മാനുഫാക്ചർ, 26 വരെ വാറണ്ടി ഉണ്ട്. ഇതിലുള്ളൊരു മെയിൻ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനൽ വെച്ചേക്കുന്നത് 10,75,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാന്നുള്ളതാണ്. ഇപ്പൊ ഏകദേശം GST കഴിഞ്ഞിട്ട് 17,70,000 17,60,000 ലെവലിൽ റേറ്റ് വരുന്നുണ്ട്. അതിൽ ഡെമോ കാർസ് പിന്നെ ഒരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ പിന്നെയും കുറഞ്ഞിട്ടുണ്ട്. ഡെമോ ആണ്, പല ആൾക്കാർ യൂസ് ചെയ്തിട്ടുള്ള ഡെമോ വെഹിക്കിൾസ് അങ്ങനെ ഉണ്ട്. ഈ നോർമൽ ഫ്രഷ് വെഹിക്കിൾസിന് 17,60,000 റേറ്റ് വരുന്നുണ്ട്. ആദ്യം 18.5 ലക്ഷം രൂപയായിരുന്നു ഓഫർ കഴിഞ്ഞിട്ടുള്ള വില. ഈ വണ്ടി നമുക്ക് ഏകദേശം 12 ലക്ഷം രൂപ വരെ ലോൺ അപ്രൂവ് ആവുമല്ലോ. നമുക്ക് 10,75 വണ്ടി കൊടുക്കാം. 12 ലക്ഷം രൂപ ഗ്യാരണ്ടി ലോൺ പാസ്. ഫുൾ ലോണിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ലാബ് ഉണ്ടോ? അതെ, എക്സ്ട്രാ എമൗണ്ടിൽ. അതെ, എംബിഷൻ ഓപ്ഷനാണ് നിങ്ങൾക്ക് കൊണ്ട് 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വാഹനം. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം 2022 മോഡൽ. ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്, മറന്നുകൊണ്ട. അപ്പോൾ തൽക്കാലം എന്തായാലും നമുക്ക് അതിൻ്റെ ചെയ്യാം. ഓക്കെ, ഇനി ഇന്ന് കാണിച്ച ഈ സ്റ്റോക്കിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ വേറെ സ്റ്റോക്കുകളുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്കൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മെട്രോ കോസൻ നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ തന്നെ കമൻസിലേക്ക് രേഖപ്പെടുത്തുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ മറ്റേ MGൻ്റെ കേസൊക്കെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തുക, നമുക്കും അറിയാൻ പറ്റും. കറക്റ്റ്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. അനക് ബ്രോ, താങ്ക് യു. ബൈ.